ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ അട്ടപ്പാടിയിൽ വന്നിരിക്കണ്ട. അട്ടപ്പാടിയിൽ വന്നിട്ട് നമ്മളിവിടെ ഒരു റൂം നമ്മൾ സ്റ്റേ എടുത്തിരിക്കണം. അപ്പൊ ഞാനിപ്പോ സ്റ്റേന്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പൊ ഞാനേ പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അവിടെ സംഭവം വേറെ ലെവലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കോടയൊക്കെ വരും. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ആനയൊക്കെ കാണാൻ പറ്റുമായിരിക്കും തോന്നണു. ചിലപ്പോൾ പറ്റൂട്ടോ, ഭാഗ്യമുണ്ടെങ്കിൽ പറ്റും. സംഭവം അടിപൊളിയാണ്. ഞാനിതപ്പോൾ റൂമിൻ്റെ ഉള്ളിലാണുള്ളത്. ഇതവിടെ നമുക്ക് മുകളിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ നമുക്ക് മുകളിൽ ബെഡും കാര്യങ്ങളൊക്കെ, അതായത് കിടക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മളിത് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ താഴ്ന്ന് മേടിച്ചിട്ട് വന്നാണ്. ഇവിടെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഞാനേ പുറത്തെ വിഷ്വലൊന്നും ഞാൻ കാണിച്ചു തരാം. പുറത്തെ വിഷ്വലാണ് ഗൈസ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ചെക്കന്മാർക്ക് വന്നാൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്റ്റേ തന്നെയാണിത്. സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വീട് പോലും ഇല്ല. നമ്മൾ വന്നു പറഞ്ഞാൽ അടിപൊളിയായിട്ട് വന്നിട്ട് താമസിക്കാം അല്ലേ സുല്ലാടാ? അല്ലേ വന്ന് പറഞ്ഞ അടിപൊളിയായിട്ട് താമസിക്കാം. നമുക്ക് വ്ളോഗ് ചെയ്യണേ. നമുക്ക് നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടാ. കണ്ടാ നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അത് എന്തിനാന്നുള്ള ഞാൻ പറയണ്ട, ഞാൻ കാണിച്ചിട്ടില്ല. നമുക്കേ ഞാൻ പുറത്ത് പോയിട്ട്, അതായത് പുറത്ത് പോയിട്ട് അവിടുത്തെ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. അതാണ് വേറെ ലെവല്. നമ്മളിവിടെ കിടക്കാൻ മാത്രമേ വരുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ പുറത്തായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അവിടെ പോയിട്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും കണ്ടോ. ചെക്കന്മാർക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരിങ്ങനെ വന്നിട്ടുണ്ട് പറഞ്ഞാൽ അവർക്കത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെ ആയിരിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുറത്ത് പോയി കാണിച്ചു തരാം. റെഡി? പുറത്ത് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് റിസോർട്ട്. കാണാ, റിസോർട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വീട് അത്ര തന്നെ. ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വീട് സെറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് മരമൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടും. ആ ഒരു ലെവലിൽ ഇരിക്കാൻ പറ്റിയ സെറ്റപ്പൊക്കെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതവിടെ മറ്റേ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി നിർത്താനൊക്കെ വിശാലമായ സ്ഥലമുണ്ട്. പക്ഷെ വണ്ടി കയറി വരുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ കാട്ടിന് മുകളിൽ കയറുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വണ്ടി കൊണ്ട് വരുമ്പോൾ. അത്രേ ഉള്ളൂ ഗൈസ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. സംഭവം സെറ്റാണ്. രാവിലത്തെ വിഷുവിൽ പറഞ്ഞാൽ അതൊരു വേറെ ലെവലായിരിക്കും. ഇപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടതാണ്. ഇതാണ് വേറെ വൈബ്. ഇതാണ് ഇവിടുത്തെ ഒരു വിഷ്വൽ എന്നൊക്കെ പറയുന്നത്. കണ്ടില്ലേ, സംഭവം വേറെ ലെവലാണ്ട് ഗൈസ്. വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇല്ലേ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ രാവിലെ ചെയ്യാം. അത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇതിന് മുകളിലൊക്കെ നമുക്ക് കിടക്കാനൊക്കെ പറ്റും. അതൊക്കെ ഞാൻ പിന്നീട് ചെയ്ത് കാണിച്ചു തരാം. അപ്പുറത്തൊക്കെ കിടക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ട്. സ്പോട്ടല്ല, ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടക്കണതൊക്കെ ഈ ഒരു ഭാഗത്തും മുകളിലാണ്. ഓക്കെ, അത് ഞാൻ നാളെ വേറൊരു വ്ളോഗിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനും വെച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവനാണിത് സെറ്റ് ചെയ്ത് കേട്ടോ. ഇവനാണ് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ശരി, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ.